കൊണ്ടുവരാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തോൾട്ട മുമ്പിൽ കുറച്ച് അതിഥികൾ വന്നിട്ട് നോക്കി. நிறைய சாதனங்கள் இருக்குல்ல பையில. ரசம் இருக்கு, சாம்பார் இருக்கு, முட்டை இருக்கு. അപ്പൊ അതെ വെറൈറ്റി വീഡിയോ വേണമെന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കിടിലൻ വെറൈറ്റി കണ്ടന്റ് ആണ് നമ്മൾ നേരെ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മിന്ന് ഒഴുക്കോല ബോട്ടിൽ പോയിട്ട് മീൻ പിടിച്ച് നല്ല കിടിലൻ വീഡിയോസ് ആണ് എടുക്കണം. അപ്പൊ തൂത്തുക്കുടിയിലെ അണ്ടന്മാർ പോണോള്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സനുചേട്ടൻ്റെ അടുത്താണ് നമ്മൾ നന്ദി പറയണം. സനുചേട്ടനാണ് ഇതിന്റെ വ്യാപാരി, അതുപോലെ ഇക്ക ബോട്ടിന്റെ മാനേജറാണ്. അതുപോലെ ഈ 3 ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. 3 ബോട്ട് ആണ്ടവർ എന്നാണ് ബോട്ടിന്റെ പേര്. അപ്പൊ അണ്ണനാണ് ഇതിന്റെ ഓണർ. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ജയപാൽ എന്നാണ് അണ്ണന്റെ പേര്. നമ്മ ഈ ബോട്ടിന്റെ ഫ്രാങ്കാണ് ഈ നിൽക്കണ. ഫ്രാങ്കിന്റെ പേര് ജാക്സൺ എന്നാണ്. അതുപോലെ ഇടഫ്രാങ്കിന്റെ പേര് ശരവണൻ. അപ്പോൾ പോയിട്ട് നല്ല കിടിലൻ കിടുക്കാച്ചി വീഡിയോസ് എല്ലാം ആയിട്ട് നമുക്ക് വരാം. പൊളിക്കാം നമുക്ക്. അങ്ങനെ മീൻ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഐസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. 1000 ബ്ലോക്ക് ഐസാണ് നമ്മൾ എടുക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് വരോട്ടെ. 32 ദിവസം കടലിൽ കിടക്കാനുള്ളതല്ലേ. സത്യത്തിൽ ഈ ബോട്ടിൽ പോകണമെന്നുള്ള എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പോകാനായിട്ടുള്ളൊരു അവസരം ആരും തന്നിരുന്നില്ല. കാരണം 30-32 ദിവസം കടലിൽ കിടക്കുമല്ല, റിസ്ക് ആണത്. അങ്ങനെ എന്തായാലും തോപ്പുംപടിയിൽ ഈ ബോട്ടുകൾ ഇഷ്ടം പോലെ കയറുമെന്ന് എനിക്കറിയാമായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി നോക്കി ആരെടുത്തെങ്കിലും ചോദിച്ച് നമ്മളെ കൊണ്ടുപോയില്ലെന്ന് നോക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. അങ്ങനെയാണ് നമ്മുടെ നൗഷാദിക്കിനെ കണ്ടേട്ടാ കറക്റ്റായിട്ട്. പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മളിങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് അതിനെന്താണ് നമുക്ക് ഈ ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഐസ് അടിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് നേരെ കടലിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീട്ടിൽ പോയി വരാനായിട്ടുള്ള സമയമില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ കൂട്ടുകാരെ വിട്ട് ബാഗും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുപ്പിച്ച് നേരെ നമ്മൾ കടലിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഐസെല്ലാം അടിച്ചു കഴിഞ്ഞ് ഇനി നേരെ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ കടലിലേക്ക് പോകട്ടെ. അപ്പോൾ ഈ ബോട്ട് കടലിൽ പണിക്ക് പോകണതിന് ഏകദേശം ഒരു 7 ലക്ഷം രൂപയോളം ചിലവ് വരോട്ടെ. ഇറങ്ങാൻ നേരമായപ്പോഴേക്കും മഴ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം അപ്പോൾ 2 ബോട്ടും കൂടി ഉണ്ട് കേട്ടോ. വേറെ നമ്മുടെ ബോട്ടിൻ്റെ പേര് ആണ്ടവർ 1, പിന്നെ ആണ്ടവർ, പിന്നെ ജേക്കപ്പ് എന്ന് പറയുന്ന ബോട്ടുണ്ട്. ഇത് 3ഉം ചേട്ടനനിയന്മാരുടെ ബോട്ടാണ്. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട കടലിലേക്ക്. അപ്പോൾ അതെ ഈ അണ്ണൻ്റെ എനിക്ക് മുന്തിരിയെ കൊണ്ടുവന്ന് തന്നേക്കാണ് കണ്ടോ കഴിക്കാനായിട്ട്. താങ്ക് യു. എന്താണ് എൻ്റെ പേര്? നാഗരാജ് അണ്ണൻ മുന്തിരിയെ കൊണ്ടുവന്നിട്ടൊക്കെയാണ്. പിന്നെ ഏകദേശം ഒരു 10-20 ദിവസം 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമുക്ക് കരയിലേക്ക് വന്നേട്ടാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബോട്ട് കടലിൽ പോണതിന് 7 ലക്ഷം രൂപയോളം ചിലവുണ്ടെന്നുള്ളത്. അതിന് മെയിനായിട്ട് വന്ന ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസലാണ്. ഏകദേശം 5000 ലിറ്റർ ഡീസലോളം നമ്മൾ അടിക്കോട്ടെ. 5 ലക്ഷം രൂപ കൊടുക്കുക ഡീസലിൻ്റെ പൈസ വരും. അതുപോലെ 90,000 രൂപ റേഷൻ മാത്രം വരും. പിന്നെ അതുപോലെ 1.4 ലക്ഷം രൂപ ഐസ്. റേഞ്ച് പോണതിന് മുമ്പ് നമ്മുടെ പണിക്കാരെല്ലാവരും ഓരോരുത്തരെ വിളിച്ച് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ശരിക്കും 30 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ പോയി വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. 30 ദിവസം കടലിൽ റേഞ്ചുമില്ല, ആരോടും സംസാരിക്കാനും പറ്റാണ്ടുള്ള ഒരവസ്ഥ. അങ്ങനെ നമുക്ക് പോകാനുള്ള നമ്പർ കടലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുള്ള് നമ്മൾ പോണ വഴി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ GPS വഴിയായിരിക്കുള്ളൂ. നമ്പർ അടിച്ചിട്ടുണ്ട്. ഏകദേശം 4 ദിവസത്തെ ഓട്ടം മാത്രമുണ്ട്, രാവും പകലുമില്ലാണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ 2 ചേട്ടന്മാർ കയറിയിരുന്ന് അവരെ വേറെ ബോട്ടിലേക്ക് ഇപ്പം ഇറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ട് ആ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് പോകേണ്ടി കാണുക. കടലിൽ റോളിംഗ് ഉള്ളതിൻ്റെ പേരിൽ ബോട്ട് തൊട്ടടുത്ത് കൊണ്ടുപോയി പിടിക്കാൻ പറ്റില്ല. ബോട്ടിൽ നിന്ന് ബോട്ടിലേക്ക് ചാടി കയറാൻ പറ്റില്ല. കാരണം ആ ബോട്ട് ഫൈബർ ബോഡിയും നമ്മുടെ ബോട്ട് ഇരുമ്പ് ബോഡിയുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, മേലേക്ക് പോകേണ്ടവർ നേരെ കടലിലേക്ക് ചാടിയിട്ടാണ് ആ ബോട്ടിലേക്ക് കയറുന്നത്.
അവരാ ബോട്ടിലേക്ക് കയറ്റി നമ്മുടെ ബോട്ട് എടുത്ത് രാത്രിയായിട്ടാണ് 424 മൈലുണ്ട് നമുക്ക് ഓടാനായിട്ട്. അപ്പം എന്തായാലും രാവിലെ കാണാം, ഇനി രാത്രി കാണിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം കരയിൽ നിന്ന് ഒരുപാട് ദൂരമായിട്ടാണ് നമ്മളിപ്പോൾ ഓടുന്നത്. രാവിലെ സൂര്യൻ പയ്യെ വന്ന് ഏകദേശം 424 നോട്ടിക്കൽ മൈലുണ്ട് നമുക്ക് ഓടാനായിട്ട്. എല്ലാവരും നല്ല ഉറക്കമുണ്ട് കിടന്ന്. 4 ദിവസവും രാവും പകലൂലാണ്ട് ഓടിക്കഴിഞ്ഞാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുള്ളൂ. കുറച്ച് നേരം സ്റ്റിയറിങ്ങിൽ ഇരുന്നതിന് ശേഷം രാവിലത്തെ ആ ഒരു വൈബ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടനോട് കൂടി നമ്മുടെ ദിവസം കൊണ്ട് തുടങ്ങിയിട്ടാണ്. നമ്മുടെ ബോട്ടുണ്ട്, പിന്നെ വേറൊരു കൂട്ട ബോട്ടുണ്ട്, പിന്നെ ജേക്കപ്പ് എന്ന് പറഞ്ഞൊരു ബോട്ടുണ്ട്. അങ്ങനെ 3 ബോട്ടാണ് നമ്മൾ ഈ ഡീപ് സീയിലുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 500 ഭാഗം 600 ഭാഗം വെള്ളോളം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പോണ വഴി ഡോൾഫിൻസും അങ്ങനെ പല പല സംഭവങ്ങളും കാണട്ടെ. അപ്പോൾ റേഷനൊന്നും അടക്കി വെച്ചിട്ടുണ്ടായില്ല. എല്ലാ റേഷനും ഇങ്ങനെ എടുത്തിട്ട് ഓരോരോ സ്ഥലത്തേക്ക് നമ്മൾ അടക്കി വെച്ചിട്ടുണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട ബോട്ട് ആണ്ടവർ, അതായത് ഫസ്റ്റ് ബോട്ടാണിത്. ഇത് ആണ്ടവർ 1 എന്ന് പറയും. ഇത് ഇരുമ്പ് ബോഡിയും അത് ഫൈബർ ബോഡിയും ആണ്ട. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമാണ്. ഫുള്ള് നമ്മുടെ അണ്ണന്മാരാണല്ലോ. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ് ഒട്ട് നിൽക്കുന്നത് നമ്മുടെ ബോട്ടിൽ വെച്ചേട്ടാ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, എല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ. അപ്പോൾ ആ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വലപ്പണിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലയിടാനുള്ള സ്ഥലം എത്തണ വരെയും ഇതുപോലെ വലപ്പണി, അതായത് വലയിൽ ഓട്ടയുള്ളത് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പണികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ബാത്റൂം ഉണ്ടാകുന്ന പലരും ചോദിക്കാറുണ്ട്. ബാത്റൂം നമ്മുടെ കേരള ബോട്ടിലുണ്ട്, അതുപോലെ ഈ ബോട്ടിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാത്റൂം ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിന് ഡീസലകത്ത് കുറവാണ്, കാരണം ചെറിയ എഞ്ചിനാണ് യൂസ് ചെയ്യണം. 250 HP സിനോട്രക്കിൻ്റെ എഞ്ചിനാണ് ഈ ബോട്ടിനകത്ത് യൂസ് ചെയ്യണം. വലിക്കലൊന്നുമില്ല, വെറുതെ ഇട്ടിട്ട് പോകല്. രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് സാമ്പാറാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇവരുടെ പച്ചക്കറിയുടെയൊക്കെ ക്വാളിറ്റി, അതൊന്നും പറയാനില്ല. അതുപോലെ റേഷൻ കൊണ്ടുവരുന്നത് ഇവരുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, 3 ബോട്ടുള്ളതിൻ്റെ പേരിൽ 3 ബോട്ടിലേക്കുള്ള റേഷൻ ഒരു വണ്ടിയിൽ, വലിയ വണ്ടിയിൽ കൊണ്ടുവരട്ടാ. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാറില്ല, കാരണം ഇവിടുത്തെ മസാലയും കാര്യങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് സാമ്പാറും പിന്നെ ഒരു കോഴിമുട്ട ഒരെണ്ണം പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തേക്ക് നമുക്കുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സാപ്പിട് നല്ല അടിപൊളി സാമ്പാറും അതുപോലെ മുട്ട പുഴുങ്ങി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ കിട്ടിയിട്ടില്ല, ചൂണ്ടിട്ടുണ്ട്, മറ്റേ മുട്ടച്ചൂണ്ടറിഞ്ഞിട്ടുണ്ട് ചൂരക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സാമ്പാറും മുട്ടയുണ്ടെന്നുള്ളത് കഴിക്കാനായിട്ട് രാവിലത്തെ ഭക്ഷണം. ചോറ് ചെറിയരിയാണ്, പൊന്നിരിയാണ്ട. പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച നമ്മൾ കാണണേട്ടാ. അങ്ങ് ദൂരേന്ന് ഒരു മീൻകൂട്ടത്തിനെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നിട്ടാ. ഇതെന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡോൾഫിൻ അല്ലത്, ഇത് ഇവർ പറയണ ഓങ്കൾ, കണ്ടാവ ഓങ്കൾ എന്ന് പറയും. അതായത് നമ്മുടെ കടൽപ്പന്നി പോലത്തെ എന്തോ ഒരു മീനാണിത്. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളൊരു മീനെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 200 കിലോളം വെയിറ്റ് ഉണ്ടാവട്ടെ ഇത് ഒരെണ്ണത്തിന്. ഇത് നിങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു സൗണ്ടും അതും പുറപ്പെടുവിപ്പിക്കേണ്ട. അതുപോലെ കുറേ എണ്ണങ്ങൾ നമ്മുടെ ബോട്ടുമ്മയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുകയൊക്കെ ചെയ്യണ്ടട്ടാ. എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക. ഒരു ഇപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോട്ടെ. നിറയെ ഇருக்கு. പാലിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തോൾട്ടാ. അപ്പോൾ അതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-600 ഭാഗോളം വെള്ളം ഉണ്ടാവും. മുമ്പിൽ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. നോക്കി,
നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ നിന്ന് കളിച്ചോണ്ടിരിക്കണ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് വന്നേക്കണത്. കണ്ണിനും മനസ്സിനും കുളിർമേകണ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവർ അവരുടെ പാട്ടിന് പോയി. പിന്നെ ഒരു കോലാണ് നമ്മുടെ ബോട്ടിൻ്റെ തൊട്ടടുത്തേ കൂടി പോകണ്ടായി. ഇതുപോലത്തെ മീനുകളെ പിടിക്കാനായിട്ടാണ് നമ്മൾ നേരെ ആഴക്കടലിലേക്ക് പോണത്. സമയം 12 മണിയായിട്ട്. അതുപോലെ നമ്മുടെ ഓട്ടം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയപ്പോൾ എത്ര നോട്ടിക്കലുണ്ടെന്നുള്ളത് നോക്കിക്കോട്ടെ. 342 നോട്ടിക്കൽ മൈലും കൂടി ഓടാണ്ട്. അപ്പോൾ ആഴമാണ് ഈ കാണിക്കണം. ഈ ചെറിയ ചെറിയ പോയിൻ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇഷ്ടംപോലെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവട്ടെ, അതായത് സ്പ്രൈറ്റ്, പിന്നെ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ ഇവരുടെ നാട്ടിൽ കിട്ടണതാണ്. ഇത് നമുക്ക് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല. കടലിൽ കാറ്റില്ലാത്ത സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലായിരിക്കുള്ളൂ. അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരെണ്ണം ഉച്ച സമയത്ത് ഞങ്ങളിത് കുടിക്കോട്ടെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട ചെറിയ രീതിയിൽ ഷെഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം വെയിൽ കുറവാണ് കേട്ടോ. അപ്പോൾ അതേ കിച്ചൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കിച്ചൺ കേട്ടോ. കേരള ബോട്ടിനെ വെച്ച് നോക്കാൻ നേരത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കൂടുതലും ഇവർ ചെറിയ ചെറിയ പാക്കറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മസാലയൊക്കെ ഡിപ്പിയിൽ കൊണ്ടുപോകുമ്പോൾ ഇവർ ചെറിയ പാക്കറ്റുകളിലാണ് കൊണ്ടുപോകുന്നത്. ഇന്നുച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് രാവിലത്തെ സാമ്പാറിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്, പിന്നെ രസം വെച്ചിട്ടാ. പിന്നെ ഇപ്പം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾസയും ഓംലേറ്റൊക്കെയാണ്. ആവശ്യാനുസരണം എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ലൈവ് ഉണ്ടാക്കി തരും കേട്ടോ. நிறைய சாதனங்கள் இருக்குல்ல பிளேட்ல. ரசம் இருக்கு, சாம்பார் இருக்கு, முட்டை இருக்கு. பெப்பர் பொடி நிறைய போட்டுருக்கீங்க வாசி. ஏரியா பண்ணுங்க அடிப்பொலி. അങ്ങനെ കഴിക്കാനുള്ള ഫുഡ് എടുത്ത് സാമ്പാറും ഒരു ഡബിൾ ഓംലേറ്റും ആണ് ഞാനെടുത്ത്. വേറെ പൊടികളും കാര്യങ്ങളൊന്നും ഇട്ടില്ല. അതുപോലെ ഫുഡ് നമുക്കറിയാലോ അവരുടേതായ രീതി, അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അതുപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ആകാശത്തിലെ കുറച്ച് ടെക്സ്റ്റേഴ്സ് ആണ്ടി കാണുന്നത് നോക്കി എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ആ ഒരു 4 ദിവസത്തെ ഓട്ടത്തിലെ കാഴ്ച മാത്രം കൊണ്ട് ഇതിൽ കാണിക്കണം. മീൻ പിടിക്കണമെല്ലാം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോഴേ ചെയ്യണത്. ചിക്കൻ റൈസ് എന്നാണ് പറയുന്നത്. സോറി, ചിക്കൻ റൈസ് അല്ല, മീൻ റൈസ്. ആദ്യമായിട്ടാണ് ഈ ബോട്ടിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കണത് കാണണേട്ടാ. അപ്പോൾ എന്തായാലും പയ്യെ നമ്മുടെ അടുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് സൂര്യൻ ആഴങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടാ. ഇത് നോക്കിയ സൺസെറ്റ് ഉണ്ടാ, നല്ല അടിപൊളിയാണ്. അതുപോലെ ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6:45-7 മണിയായിട്ടുണ്ടാവും. പടിഞ്ഞാറേക്ക് ആഴക്കടലിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെട്ടുകൊണ്ട് മോളിൽ നിന്ന് നിലാവിങ്ങനെ പൊന്തി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഫിഷ് റൈസ് ஒரு சாப்பாடு பார்த்தீங்க ரைஸ் எல்லாமே கடலில் இதெல்லாம் கிடைக்கிறது மாத்திரை மாறாட்டியா மாத்திரை வாங்கணும். கடை கம்மிங்க சாப்பாடுன்னா அவர் தான், സാപ്പാടുനാലേ അവർ ഓക്കെ. നമ്മുടെ മാസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാകും. അപ്പം ചിക്കൻ റൈസ് എന്നിട്ടില്ല, അതുപോലെ മീൻ റൈസാണ് കൂടുതൽ കേര വെച്ചിട്ടുണ്ടാക്കണ ഫ്രൈഡ് റൈസ് ഒക്കെ സംഭവം ഉണ്ട്.
പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ കിഴക്കുന്ന സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നിട്ട് വെള്ളം ഭയങ്കര ശാന്തമായിട്ട് കിടക്കുകയാണ്. ഉൾക്കടലിലേക്ക് വരുമ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, കാറ്റില്ലെന്നുണ്ടെങ്കിൽ പുഴ പോലെ ഇരിക്കുള്ള കടൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം ഒരു 10-250 നോട്ടിക്കൽ മൈലും കൂടി ഉണ്ടാവും. നാളെ വൈകുന്നേരം വല ഇളക്കാനായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തോട്ടാണ്. അപ്പോൾ അതെ ബാക്കിൽ നമ്മുടെ കൂട്ട ബോട്ടുകൾ തന്നെയുണ്ട്. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ബോട്ടിൻ്റെ അടുത്തായിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുന്നത്. നോക്കി കണ്ട അവിടെ മഴ പെയ്യ് നോക്കി. കപ്പലുകൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ തുടങ്ങിയിട്ട ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ കപ്പലുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വലയുടെ ഷീറ്റ് വെച്ച് മൂടിയേക്കണം, എല്ലാം ടർപ്പായൊക്കെ മാറ്റി വലപ്പണി ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് വലയിനകത്ത് ബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഊട്ടകളുള്ളതെല്ലാം അടച്ച് നല്ല അടിപ്പനാക്കാനായിട്ട് പോവുകയാണ്. കാരണം ഇത്രയും വലയാണ് നമ്മൾ ഇളക്കാൻ പോണേട്ട കടലിൽ. ഈ ബോട്ടിനെ ഒഴുക്കുവല ബോട്ടെന്നും പറയും, അതുപോലെ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടെന്നും പറയും കേട്ടോ. അതായത് കുറേ നാൾ കടലിൽ കിടക്കുന്നതിൻ്റെ പേരിലാണ് ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓടിപ്പോണ വഴിക്ക് നമ്മൾ വേറൊരു ഉടക്ക് ഉണ്ട് കേട്ടോ. ഈ ഉടക്ക് നമ്മുടെ ചൂണ്ട് ബോട്ടുകാർ ഇടണതാണ്. കാരണം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോയ് ഇടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് സീയിൽ എന്ത് സാധനം കിടന്നു കഴിഞ്ഞാലും അതിൻ്റെ മേലയിൽ ചെറിയ ഇത്തലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്ലുമ്മക്കായ ഇവിടുത്തെ കുറേ സാധനങ്ങൾ വന്ന് പിടിക്കും. അപ്പോൾ ഇതിനെ കഴിക്കാനായിട്ട് ചെറിയ ചെറിയ മീനുകൾ വന്ന് ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. അതിന് ചെറുമീനുകളെ കഴിക്കാനായിട്ട് വലിയ വലിയ മീനുകൾ വരും കേട്ടോ. അപ്പോൾ അതിനെ ചൂണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂണ്ടിയിട്ട് നമ്മൾ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ലട്ടാ. ഗോപ്രോ ഇറക്കി നോക്കിയിട്ട് അടിയിലത്തെ ആ ഒരു കാഴ്ച ഒന്ന് കാണിച്ചു തരട്ടാ. നോക്ക്, ഇത് നോക്കിയ കടലിൻ്റെ അടിയിൽ ആ ഒരു കാഴ്ച നോക്കി. നല്ല നീല കളറ് വെള്ളവും അതുപോലെ കുറേ വറ്റപ്പാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കേണ്ട. ഈ ഉടക്കിടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുമീനുകളെ കഴിക്കാനായിട്ട് സ്രാഗ് അങ്ങനത്തെ മീനുകളൊക്കെ വരും. പിന്നെ നമ്മുടെ ഈ ചെയിൻ കവർ അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഇപ്പം നിലവിലൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ വറ്റപ്പാരയും അതുപോലെ നമ്മുടെ പഴുന്തി പോലത്തെ ഒരു മീനുണ്ട്, സ്പേറ്റ് ഫിഷ് എന്ന് പറയുന്ന മീനും, അങ്ങനെ കുറച്ച് ഈ കരിപ്പെട്ടി അങ്ങനത്തെ മീനും കണ്ടുള്ളത്. ചൂണ്ട സൈഡിൽ കിടക്കുന്നുണ്ട്, പക്ഷേ മീനൊന്നും പിടിക്കണില്ല. കണ്ട ചെറുത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൂണ്ട ഇങ്ങനെ പോയിക്കണ കാണാൻ പറ്റും, പക്ഷേ മീനൊന്നും പിടിക്കണില്ല ടൈല്. അപ്പം ഞാനിത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളത്തിൽ ചാടി വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അണ്ണന്മാർ സമ്മതിച്ചില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്രാഗ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ഇവിടെ താഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 1000 ഭാഗത്തിന് മേളിലുണ്ട്. നമ്മുടെ ഈ വെള്ളത്തിൽ ചാടുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടി, അതായത് ഉള്ളംകാല് കിടന്നിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മീനുകൾ മുകളിലേക്ക് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യൂട്ട. ചില എണ്ണന്മാർ ഈ വെള്ളത്തിൽ ഈ പങ്കേമ ചുറ്റിയതൊക്കെ ചാടാൻ ഇറങ്ങുമ്പോൾ ഡീപ് സീലൊക്കെ ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിൽ ഗ്രീസ് വരട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ സ്രാവ് അങ്ങനത്തെ മീനുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും നമ്മളെ. കുറച്ച് നേരം നമ്മൾ ചൂണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചു നോക്കി, പക്ഷെ ഒരു മീനും അടിച്ചില്ലട്ട. നേരെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട വീണ്ടും. രാവിലത്തെ ഭക്ഷണം കന്നിയും അതുപോലെ ചുക്കയും വണ്ടി കാണുന്നത്. ചുക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ചുടച്ചുടച്ച് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ട് കന്നിയും കൂട്ടിയാണ്ട് കഴിക്കണം. കന്നി പഴങ്കന്നിയാണ്. അപ്പോൾ അതും ചുക്കയുണ്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ്. സ്രാങ്കത ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കണ എനിക്ക് കാണുന്നത്. വലപ്പണിയൊക്കെ തുടങ്ങി. അപ്പോൾ അതെ വീണ്ടും ഒരു കപ്പൽ നമ്മുടെ തൊട്ടടുത്തേ കൂടി വന്നേണ്ടി കാണുന്ന CMA CGM എന്ന് പറയുന്ന കപ്പലാണ് ഈ പോണത്. ഏകദേശം 14-15 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ആ കപ്പൽ പോണത്. കപ്പൽ ഭയങ്കര സ്പീഡിലായിരിക്കും പോണത്. എന്തോ ചൂരടിച്ച് പക്ഷെ വലിച്ചെടുത്തപ്പോഴും അത് ഊരിപ്പോയിന്നുണ്ട്. ദേവൻ അങ്ങ് ദൂരെ ഒരു ഡോൾഫിൻ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി വന്നുകൊണ്ടിരിക്കേണ്ടവന്മാര് കണ്ട. ഇതാണ് ഡോൾഫിൻ്റെ ചുണ്ട് കുറച്ച് നീണ്ടിങ്ങനെ ഇരിക്കോളുടെ. അതുപോലെ ഇതിൻ്റെ സൈസും നമ്മൾ ആദ്യം കണ്ട മീനിൻ്റെ ആ ഒരു സൈസും കൂടി ഒന്ന് നോക്കിയേ, കമ്പയർ ചെയ്ത്. അപ്പോൾ മനസ്സിലാവും അതെന്ത് മീനാണെന്നുള്ളത്. അതെന്ത് മീനാണ് ശരിക്കും, കടൽപ്പന്നിയാണെന്ന് അറിയില്ല. അപ്പോൾ അതെ നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ ഡോൾഫിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ മുന്നിൽ ആരെങ്കിലും ഇതുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം ദൂരം വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ബോട്ട് ഓടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. 200 നോട്ടിക്കൽ മൈലും കൂടി നമുക്ക് ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോമ്പസൊക്കെ നോക്കി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് കഴിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസാണ്. റൈസും പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയതാണ്ടുള്ളത്. ദേവോണ് അടുത്ത കപ്പൽ. ഇനി ഇഷ്ടംപോലെ കപ്പലായിരിക്കുള്ളൂ. കപ്പൽ ചാലിൻ്റെ അടുത്തേക്ക് കൂടിയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് പൊറോട്ടയുണ്ട് ഞങ്ങൾ ഉണ്ടാക്കണം. കണ്ട നല്ല നിലാവുണ്ട് കേട്ടോ. ഈ 2-3 ദിവസങ്ങളിലായിട്ട് നിലാവുണ്ടാവും. നിലാവുള്ള സമയത്ത് മീനിൻ്റെ ലഭ്യത നമുക്ക് കുറവായിരിക്കുള്ളൂ. രാത്രി കഴിക്കാനായിട്ട് പൊറോട്ടയുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, പിന്നെ ഉച്ചക്ക് വെച്ച വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടി നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പണിയെല്ലാം കിടക്കണതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാരന്മാരെയും കൊണ്ട് കുറച്ച് തമിഴ് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടേ ഞാൻ കിടത്താറുള്ളൂ കേട്ടോ. അവന്മാർ അടിപൊളിയായിട്ട് പാടും. ഒരു വീട് കെട്ടി വച്ചിരുന്നേ കൺമണി, അത് വെട്ടവലിയാച്ചിതടി കൺമണി, என்ன ஆனாலும் என்ன மாறாதே, உன்னை சேராமல் உள்ள வாழாதே, உன்னை நினைச்சாலும் அணைச்சாலும் சுகந்தானம்மா, இது நீ இருக்கும் நெஞ்சமடி கண்மணி, இன்று யாரடிச்சு வெம்புதடி கண்மணி, ஒரு வீடு கட்டி வச்சிருந்தேன் கண்மணி, இப்போ இப்படியாயிட்ட, ரொம்ப மாசு காட்டினவன் இப்போ பீസ് പോയിട്ട്. വേറെ എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ടവർ ഉണ്ടാവില്ല, പിന്നെ ഉള്ള സിനിമ കാണാന്നുള്ളൂ. ഫോൺ എത്ര നേരം നോക്കിക്കും. അങ്ങനെ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് നേരെ ഞങ്ങൾ കിടന്നുറങ്ങി. ഇനി നാളെ വൈകുന്നേരം വലയിട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരിക്കലും എപ്പിസോഡായിട്ട് കാണട്ടെ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടാണ് 32 ദിവസം ഞാൻ കടലിൽ പോയി ഈ വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നത്. അതായത് ഭക്ഷണവും അതുപോലെ കുളിക്കാൻ പോലും വെള്ളമില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് പുതുമയായിട്ടുള്ള കാഴ്ചകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കിടിലൻ കിടുക്കാച്ചി എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അതുവരെയും ടാറ്റ.